അതെ, നമുക്കിന്ന് ഒരു 2 ചക്കയൊന്ന് വറുത്തെടുത്താലോ. നല്ല ക്രിസ്പി ആയിട്ട്. ഇപ്പോൾ ഒരു വർഷം സൂക്ഷിച്ച് വെച്ചാലും കേടായും പോകുകയില്ല. അപ്പം നല്ല കറുമുറാന്നുള്ള ചക്ക വറുത്തത് എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുന്നതെന്ന് കാണാവേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ചക്ക ഇതേ വെട്ടി ക്ലീനാക്കി ചെറിയ പീസായിട്ട് കീറി വെച്ച്, ഒത്തിരി കട്ടിയൊന്നും ഉള്ളതല്ല, ഒത്തിരി അങ്ങ് മൂത്ത് പോയതുമല്ല, ഒരു മുക്കാ മൂപ്പായ ചക്കയാണ് എപ്പോഴും നമുക്ക് വറക്കാനായിട്ട് നല്ലത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു 2 കിലോ സൺഫ്ലവർ ഓയിൽ, ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ 2 കിലോ ഓയിൽ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചക്ക വറുത്ത് കോരുവാണെങ്കിൽ നമുക്ക് മിച്ചം കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചക്ക വറുക്കുന്നതെങ്കിൽ നമുക്ക് എണ്ണ ഒത്തിരി കുടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചക്ക 2 ഒക്കെ വറുക്കുമ്പോൾ 2 കിലോ എണ്ണ ഒഴിച്ച് വറുക്കും. പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം, ഒത്തിരി എണ്ണയോട്ട് കുടിക്കുകയില്ല. അപ്പോൾ ഇതങ്ങനെ നമ്മൾ നമ്മുടെ എണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ നമുക്ക് നല്ലപോലെ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ നമ്മുടെ ചക്ക കീറി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക നമുക്ക് എടുത്തിട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ ചക്ക അങ്ങോട്ട് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിട്ട് കുത്തി ഇളക്കണ്ട. നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചേച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ വേണം ഒന്ന് പയ്യെ ഒന്ന് അടിയിൽ നിന്ന് ഇളക്കിയിടാനായിട്ട്. അല്ലാതെ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചക്ക വറക്കുന്ന ഇട്ട് ഇളക്കി കഴിഞ്ഞ് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതേ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തീരെ കനം കുറഞ്ഞ ചക്കച്ചോള ആയതുകൊണ്ട് നല്ല കോമളച്ച് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഒരു ചില്ലില്ലെന്നൊരു സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് നല്ലപോലെ എപ്പോഴും ഇട്ട് ഇളക്കി നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാൻ ഈ എണ്ണയ്ക്കകത്തോട്ടൊന്നും ഞാൻ ഉപ്പും നീരും ഒന്നും ഒഴിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മൾ ഈ ചക്ക വറക്കുന്നതിനകത്ത് മഞ്ഞൾപ്പൊടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ചക്ക മാത്രമാണ് അതിനകത്തിട്ട് വറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്നുള്ളവരൊക്കെ ഉണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തൊന്ന് കയറി കണ്ടാൽ മതി. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചക്ക എണ്ണയ്ക്കകത്തുനിന്ന് ചൂടോടുകൂടി നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്ത് കോരി നമ്മൾ വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഉപ്പിനകത്ത് വെള്ളം ഒഴിച്ച് ആ നീര് നമ്മൾ തളിച്ചൊന്ന് കുടഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഒരു വർഷം ഇരുന്നാലും ആ ചക്കവറുത്ത് തണുത്ത് പോവുകയില്ല, അതിൻ്റെ ആ കറുമുറാന്നുള്ള അത് നഷ്ടപ്പെടുകയില്ല. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചക്ക വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചക്ക വറുത്തെടുക്കുന്നത്. 1 വർഷം 1.5 വർഷമൊക്കെ ഞാൻ ചക്ക വറുത്തിങ്ങനെ സൂക്ഷിച്ച് വെക്കും. സൂപ്പറായിട്ടിരിക്കുകയും ചെയ്യും, യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതിരിക്കും. അപ്പം ഇങ്ങനെ വറക്കാത്തവരൊക്കെ ഒന്ന് വറുത്ത് നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.